നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഞായറാഴ്ച രാവിലെ 2 മണിയോട് അനുബന്ധിച്ച് ദക്ഷിണ മുംബൈയിലെ ബല്ലാർഡ് എസ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ED ഓഫീസിൽ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സോണൽ ഓഫീസിൽ, അവിടെ വൻ തീപിടുത്തമാണ് ഉണ്ടായത്. ഏകദേശം 10 മണിക്കൂർ എടുത്തു അഗ്നി ശമിപ്പിക്കാൻ എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിനകത്ത് ഹൈ പ്രൊഫൈൽ കേസുകൾ പലതും ഈ ഫയലുകൾ നശിച്ച കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. മെഹുൽ ചോസ്കിയുടെയും നീരവ് മോദിയുടെയും അതുപോലെ തന്നെ ഛഗൻ ഭുജ്ബാലിൻ്റെയും അനിൽ ദേശ്മുഖിൻ്റെയും ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് നീരവ് മോദിയുടെയും അതുപോലെ തന്നെ മെഹുൽ ചോസ്കിയുടെയും വിഷയം തന്നെയാണ്. നമുക്കറിയാം, നീരവ് മോദിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വലിയ തോതിൽ കേന്ദ്ര സർക്കാർ പഴികേട്ടിട്ടുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ശരിയായ വഴിയിൽ ഉപയോഗിക്കുകയല്ല, ദുരുപയോഗം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളത് പലതവണ വ്യക്തമായതാണ്. നിരവധിയായിട്ടുള്ള കമ്പ്യൂട്ടറുകളും ഡിജിറ്റൽ തെളിവുകളും കത്തി നശിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഇനി നടക്കാൻ പോകുന്ന വാദങ്ങളെയും അതുപോലെ തന്നെ കേസുകളെയും സാരമായി ബാധിക്കും എന്നുള്ളതിനും, ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണം അത് കത്തി നശിക്കുമ്പോൾ ആ ട്രാക്ക് റെക്കോർഡെല്ലാം നശിക്കുകയാണ്. ഇതിനകത്ത് വലിയ രീതിയിലുള്ളൊരു ഗൂഢാലോചനയുണ്ട് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതിന് കാരണവും വ്യക്തമാണ്. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സുപ്രീം കോടതി കർശന വിമർശനമാണ് നൽകിയത്. അതായത്, മതിയായ തെളിവുകളില്ലാതെ രാഹുൽ ഗാന്ധിയെയോ സോണിയാഗാന്ധിയെയോ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കോടതിക്ക് ആവശ്യം തെളിവുകളാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മതിയായ രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയാണ് ED സമയപരിധി ചോദിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് തെളിവുകൾ ഹാജരാക്കാൻ സമയം വേണം എന്നുള്ളത്. കേന്ദ്ര സർക്കാരിന് അനുകൂലമാകാനും കേന്ദ്ര സർക്കാർ പറയുന്ന ദിശയിൽ സഞ്ചരിക്കാനും മാത്രമാണ് EDയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും തയ്യാറാകുന്നത്. മറ്റുള്ളവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമവും EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായി പ്രതിപക്ഷം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടി സാഹചര്യം വരുമ്പോൾ ഈ അഗ്നിബാധ വലിയ ദുരൂഹതയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. അതിനകത്ത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ പല ഫയലുകളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ ഫയലുകളിൽ പ്രധാനപ്പെട്ടതെല്ലാം ഇപ്പോൾ പുറത്തു വരുമ്പോൾ വലിയ ആശങ്കയാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ഈ ഫയലുകൾ സംരക്ഷിക്കപ്പെട്ടില്ല, മറ്റ് ബദൽ മാർഗങ്ങൾ അവലംബിച്ചില്ല? ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പലതും ഉണ്ട്. ഇത് കേന്ദ്ര കാര്യാലയത്തിൽ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഹെഡ് ഓഫീസിൽ ഇതിൻ്റെ ഒരു കോപ്പി സൂക്ഷിച്ചിരുന്നില്ലേ എന്ന ചോദ്യവും വീണ്ടും വീണ്ടും ഉയരുകയാണ്. ED എന്നത് നരേന്ദ്രമോദിയുടെ കയ്യിലെ പാവയായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് വെറുതെയല്ല ഇന്ത്യ മുന്നണി ആരോപിക്കുന്നത്. BJPയിൽ പോകാനുള്ള നേതാക്കൾ, അതായത് കോൺഗ്രസ് വിട്ടോ മറ്റേതെങ്കിലും പാർട്ടി വിട്ടോ BJPയിൽ പോകാൻ ആഗ്രഹിക്കുന്ന നേതാക്കൾ സ്വാഭാവികമായും അഴിമതിക്കാരായിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് വെറുതെയല്ല. അവരെ വെള്ളപൂശാൻ BJP ഒരു വാഷിംഗ് മെഷീൻ തന്നെ തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ BJPയിലേക്ക് വിരട്ടി വിലപേശൽ നടത്താൻ ഉപയോഗിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പേരാണ് ED എന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപാദിക്കുന്നത്.